എ.ഐ.സി.സി നിരീക്ഷകരെ കണ്ട് VM സുധീരൻ ഇരുവരും താമസിക്കുന്ന ഹോട്ടലിലെത്തിയാണ് കൂടിക്കാഴ്ച. അർജുൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, വിവരങ്ങൾ. അദ്ദേഹം നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ എ.ഐ.സി.സി നിരീക്ഷകർ താമസിക്കുന്ന ഹോട്ടലിൽ നടക്കുന്നത്. അല്പസമയം മുമ്പാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഈ എ.ഐ.സി.സി നിരീക്ഷകരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളുടെ കൂടി അഭിപ്രായം ആരായാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. അല്പസമയം മുൻപ് കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അവരും നിരീക്ഷകരും ഒരുമിച്ച് ഇരിക്കും. അതിനുശേഷമായിരിക്കും എംഎൽഎമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി KPCC-യിലേക്ക് പോവുക. ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണത്തിന് ദീപാദാസ് മുൻഷി തയ്യാറായിട്ടില്ല. ഏതായാലും VM സുധീരന്റെ അഭിപ്രായം കേൾക്കാനാണ് ഇപ്പോൾ ആദ്യം എ.ഐ.സി.സി നിരീക്ഷകർ ഒരുങ്ങുന്നത്. നേരത്തെ എംഎൽഎമാരുടെ പിന്തുണയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ള പ്രധാന പരിഗണന എന്ന് പറയുമ്പോൾ കൂടിയും അതിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് ഉള്ള ആളാണ് VM സുധീരൻ. സദസ്സിന് അനുകൂലമായിട്ടാണ് സ്വാഭാവികമായും. ശരി അർജുൻ, ഓക്കെ. അപ്പം എ.ഐ.സി.സി നിരീക്ഷകരെ VM സുധീരൻ എത്തി കണ്ട കാര്യമാണിപ്പോൾ അർജുൻ പറഞ്ഞത്. അതിനൊപ്പം തന്നെ ദീപാദാസ് മുൻഷി അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. ദീപാദാസ് മുൻഷിയെ ഈ MLA-മാരുടെ അഭിപ്രായം കേൾക്കുന്നതിൽ ഒപ്പം കൂട്ടരുത്, അത് ഒരിക്കലും ഒരു നല്ല രീതിയിലേക്ക് പോകില്ല എന്ന് പറയുന്നുണ്ട് VD സതീശൻ. പക്ഷം അതിനെ കാത്തിരുന്നറിയണം. ഇതിനൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊന്ന്, ഈ ഡൽഹിയിലേക്ക് കൂടി പോവുകയാണ്. ഡൽഹിയിൽ നിന്നും ശരത് ലാൽ കൂടി നമുക്കൊപ്പം ചേരുന്ന വിവരങ്ങളുമായിട്ട്. ശരത്ത്, എ.ഐ.സി.സി നിരീക്ഷകർ കേരളത്തിലുണ്ട്. അവർ ഇന്നിപ്പോൾ MLA-മാരുടെ ഈ അഭിപ്രായങ്ങൾ തേടാൻ പോവുകയാണ്. ഇപ്പോൾ MLA-മാരുടെ അഭിപ്രായം മാത്രമല്ല, മറ്റ് പല ഘടകങ്ങളും ഇതിലിപ്പോൾ നിർണായകമാകും. കേരളത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അറിയാവുന്ന 2 സീനിയർ നേതാക്കളാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ എ.ഐ.സി.സി നീക്കങ്ങൾ എങ്ങനെയാണ് ചേർത്ത്? അതിനൊപ്പം തന്നെ ഡൽഹിയിലൊക്കെയും ഈ ഫ്ലെക്സ് ഉയർന്നിട്ടുണ്ട്. സതീശന് വേണ്ടിയും KC-ക്ക് വേണ്ടിയും ഒക്കെ ഡൽഹിയിലടക്കം ഫ്ലെക്സുകൾ ഉയരുന്നു എന്നറിയുന്നു. ശേഷം അത് തന്നെ ഡൽഹിയിൽ ഇപ്പോൾ ഫ്ലക്സ് യുദ്ധങ്ങളാണ്. ഇന്നലെ KC-ക്ക് വേണ്ടി ഫ്ലക്സ് ഉയർത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ VD സതീശന് വേണ്ടിയുള്ള കൂറ്റൻ ഫ്ലക്സുകളാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലക്സ് യുദ്ധത്തിൽ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അവിടെ തലയെണ്ണുമ്പോൾ അല്ലെങ്കിൽ MLA-മാരുടെ മനസ്സറിയുമ്പോൾ ഇവിടെ ഫ്ലക്സുകളുടെ നിരയാണ്. യൂത്ത് കോൺഗ്രസ് ഓഫീസിന് അല്ലെങ്കിൽ മയൂർവാർ അമ്പലത്തിന് മുമ്പിലൊക്കെ തന്നെ കേരള മലയാളികൾ തിങ്ങിക്കൂടുന്ന സ്ഥലത്തൊക്കെ ഫ്ലക്സുകളുടെ ഒരു പ്രളയം തന്നെ എന്ന് പറയാൻ പറ്റും. കേരളത്തിൽ ഇന്ന് VD സതീശന് വലിയൊരു ഫ്ലക്സ് ആണ് ഉയർത്തിയിരിക്കുന്നത്. കാരണം ഇന്നലെ എങ്ങനെയാണോ പിന്നെ KC വേണുഗോപാലിന് വേണ്ടി ഫ്ലക്സ് ഉയർന്നത്, അതിന് മറുപടി എന്ന പോലെ ബദൽ എന്ന നിലക്കാണ് ഫ്ലക്സ് ഉയർത്തിയിരിക്കുന്നത്. ശേഷം ഇത് കേരള, അതായത് VD സതീശനും KC-യും തമ്മിലുള്ള ഫ്ലക്സ് യുദ്ധം ഡൽഹിയിലേക്കൂടും വ്യാപിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. മറ്റൊരു പ്രധാനപ്പെട്ട എ.ഐ.സി.സിയിലെ പ്രധാനമായിട്ടും എ.ഐ.സി.സി MLA-മാരുടെയും മുതിർന്ന നേതാക്കളെയും ഘടകകക്ഷികളുടെയും അഭിപ്രായം മറിഞ്ഞ ശേഷം അത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കി ആരെയാണ് ഇവർ ഒക്കെ പിന്തുണക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആരൊക്കെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ പരിഗണിക്കേണ്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ 3 പേരുകളാണ്. 3 പേരുകളെ കുറിച്ചുള്ള ഒരു റഫറൻഡമാണ് നടക്കുന്നത്. അതാണ് എ.ഐ.സി.സിക്ക് ഇന്നലെ നടന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കൂടി നിർണായക തീരുമാനമെടുത്തത്. ഈ റഫറൻഡത്തിൽ 3 പേരുടെ പേരുകൾ മാത്രമാണുള്ളത്. 1 VD സതീശൻ, 2 KC വേണുഗോപാൽ, 3 രമേശ് ചെന്നിത്തല. ഈ 3 പേരുടെ പിന്നെ പിന്തുണ, അല്ലെ അവരിൽ കൂടുതൽ ആർക്കാണ് MLA-മാരുടെ പിന്തുണ, അല്ലെ മുതിർന്ന നേതാക്കൾ അവരിൽ ആർക്കാണ് പിന്തുണ നൽകുന്നത്? AK ആന്റണി അതുപോലെ തന്നെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പ്രതിപക്ഷ VD സതീശൻ അനുകൂലമായിട്ടൊരു പൊതുവികാരം രൂപപ്പെട്ട് വരുന്നുണ്ട്. കൂടുതൽ MLA-മാർക്ക് അദ്ദേഹത്തെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആ നീക്കങ്ങൾ മാത്രമല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിലടക്കം അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ VD സതീശന് അനുകൂലമായി വരുന്നു. മറുവശത്ത് ഇപ്പോൾ പട നയിച്ചവൻ, ഓഫ് കോഴ്സ് കേരളത്തിലേക്ക് ഫണ്ട് കൊണ്ടുവന്നതും ഇവരെ ഏകോപിപ്പിച്ചതിലും ഒക്കെ KC വേണുഗോപാലിൻ്റെ പങ്ക് ഒട്ടും ചെറുതല്ല, വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ ചുമതലയുണ്ട്. എ.ഐ.സി.സിയുടെ മുഖമാണ് അദ്ദേഹം. അതിനൊപ്പം ഈ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാട് കൈക്കൊണ്ടവരിൽ ഒരാൾ കൂടിയാണ്. അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ എടുക്കുമ്പോൾ ആ ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നയാളാണ് KC വേണുഗോപാൽ. അപ്പം
അതിനൊപ്പം തന്നെയാണ് ചെന്നിത്തല വരുന്നത്. പക്ഷേ ചെന്നിത്തലയ്ക്ക് MLA-മാരുടെ പിന്തുണ കുറവുമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏതൊരു തീരുമാനത്തിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ? ശരത്, ഇപ്പം മുകുൾ വാസ്നിക്കൊക്കെ ആണെങ്കിൽ ചെന്നിത്തലയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള, ഒന്നിച്ച് പ്രവർത്തിച്ച് പരിചയമുള്ള നേതാക്കളാണ്. അപ്പോൾ അവരൊക്കെയാണ് ഈ കേരളത്തിന്റെ സാഹചര്യങ്ങൾ പഠിക്കാനും വിലയിരുത്താനും റിപ്പോർട്ട് നൽകാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അതെ സജലക്ഷ്മി, കാരണം മുഗൾ വാസനിക്ക് കാരണം ദീർഘകാലമായി കേരളത്തെ അറിയുന്ന നേതാവാണ്. അതുമാത്രമല്ല 10ാം നമ്പർ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിത്വങ്ങൾ ഒരാൾ കൂടിയാണ് മുഗൾ വാസനിക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രധാന കാരണം കേരളത്തിൻ്റെ മനസ്സറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് മുഗൾ വാസനിക്ക് കാര്യങ്ങൾ പഠിക്കും, കാര്യങ്ങൾ ശുപാർശ ചെയ്യും, MLA-മാരുമായിട്ട് സംസാരിക്കും. അതുപോലെ അജയ് മാക്കൻ രാഹുൽ ഗാന്ധിയുടെയും 10ാം നമ്പർ ജനപതിൻ്റെയും വളരെ അടുത്ത ആളാണ്. സ്വാഭാവികമായിട്ട് ഹൈക്കമാൻഡിൻ്റെ ഒരു മുഖം എന്തായാലും, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു താല്പര്യം എന്തായാലും ഇവർക്കുണ്ട്. പക്ഷേ അവർക്ക് കിട്ടിയ നിർദ്ദേശം MLA-മാരുടെ മനസ്സറിയുക എന്നതാണ്. വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാനല്ല നിരീക്ഷകർ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഭിച്ച ഫീഡ്ബാക്കുകളും അത് റിപ്പോർട്ടാക്കി അതിന്മേലെ രാഹുൽ ഗാന്ധി ഒരു തീരുമാനമെടുക്കും. ഏതായാലും രാഹുൽ ഗാന്ധിയും ഖാർഗെയും ചുമതലപ്പെടുത്തുന്ന ഒറ്റവരി പ്രമേയം ഇന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിലേക്ക് ഒരു സംശയവുമില്ല. അതാണ് കോൺഗ്രസിന്റെ രീതി. ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുക എന്നതാണ് നിലവിൽ എല്ലാ പാർലമെന്ററി യോഗം വിളിച്ചപ്പോഴും കോൺഗ്രസ് ചെയ്തു വരുന്നത്. അത് കർണാടകയിലും അങ്ങനെയായിരുന്നു. സ്വാഭാവികമായിട്ട് ആ തരത്തിലേക്ക് ശ്രീലക്ഷ്മി കാര്യങ്ങൾ പോകും. ഏതായാലും മുഗൾ വാസനിക്ക് ഒരു നിർണായക ഘടകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ ശരി, അർജുൻ കൂടി തുടരുന്നുണ്ട്. അർജുൻ, ഇപ്പം ഈ ഹോട്ടലിലേക്ക്, അതായത് നേതാക്കളൊക്കെയുള്ള ഹോട്ടലിലേക്ക് ദീപാദാസ് മുൻഷി കൂടി എത്തിയെന്ന് അറിയുന്നു. ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തെയൊക്കെ എതിർത്തിരുന്നു VD സതീശൻ പക്ഷം. ഇപ്പോൾ എന്താ നടക്കുന്നത് അവിടെ? ഇപ്പം കൂടുതൽ നേതാക്കൾ അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ ഇവിടെ പറയും, നിങ്ങളോട് പറയേണ്ടടുത്ത് പറയും. അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടടുത്ത് പറഞ്ഞോളാം എന്നാണ് പ്രതികരണങ്ങളൊക്കെ. അർജുൻ, കേൾക്കാമെങ്കിൽ പറയൂ അർജുൻ. ഇപ്പൊ അവിടേക്ക് ദീപാദാസ് മുൻഷി കൂടി എത്തിയെന്ന് അറിയുന്നുണ്ടല്ലോ. ദീപാദാസ് മുൻഷി, PJ കുര്യൻ, സേതു, കൂടുതൽ നേതാക്കൾ ഈ AICC നിരീക്ഷകർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തുകയാണ്. അല്പസമയം മുൻപാണ് മുതിർന്ന നേതാവ് PJ കുര്യൻ അകത്തേക്ക് കയറിയത്. പറയാനുള്ള നിലപാട് അവിടെ അറിയിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് AICC നിരീക്ഷകരോട് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള തൻ്റെ അഭിപ്രായം വ്യക്തമാക്കും എന്നാണ് PJ കുര്യൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയം മുൻപ് മുതിർന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് VM സുധീരൻ, മുൻ KPCC അധ്യക്ഷൻ കൂടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹവും നിലപാട് അറിയിക്കും. MLA-മാരിൽ നിന്ന് അഭിപ്രായം തേടുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കൂടി അഭിപ്രായം തേടി ഒരു പൊതു ധാരണയിലേക്ക് എത്താൻ തീരുമാനിക്കുകയാണ് AICC. അതുകൊണ്ട് തന്നെ MLA-മാരിൽ നിന്ന് ലഭിക്കുന്ന ഭൂരിപക്ഷം മാത്രമായിരിക്കില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മാനദണ്ഡം എന്നുള്ള സൂചന കൂടി ഈ കൂടിക്കാഴ്ചകൾ നൽകുന്നുണ്ട്. ദീപാദാസ് മുൻഷിയും ഈ ഹോട്ടലിലുണ്ട്. സ്വാഭാവികമായും AICC നിരീക്ഷകർക്കൊപ്പം അവരും മുതിർന്ന നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുകയും ചെയ്യും. VD സതീശന്റെ നിലപാട് ദീപാദാസ് മുൻഷിയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂടിക്കാഴ്ചയല്ല വേണ്ടത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ തരത്തിൽ എന്ത് നിലപാടുണ്ടാകും എന്നുള്ള കാര്യം കൂടി അറിയണം. 10:30-ക്കാണ് കോൺഗ്രസ് MLA-മാരുമായി AICC നിരീക്ഷകർ കാണാൻ പോകുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ കേരളത്തിലെ കുറെ കാലമായി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നേതൃത്വം വഹിച്ചിരുന്ന നേതാക്കളുടെ നിലപാട് എന്താണ് എന്ന് തേടുകയാണ് AICC നേതൃത്വം. അത് നൽകുന്നത് കൃത്യമായിട്ടുള്ള സൂചന തന്നെയാണ്. AICC നിരീക്ഷകർക്ക് മുൻപിൽ കോൺഗ്രസ് MLA-മാർ പറയുന്ന പേര് എന്നതിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല AICC-യുടെ നിലപാട് എന്നുള്ള സൂചന കൂടി അത് നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മുതിർന്ന നേതാക്കൾ ആരെ പിന്തുണയ്ക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിൽ VM സുധീരന് കൃത്യമായിട്ടുള്ള നിലപാട് ഉള്ള ആളാണ്. PJ കുര്യന്റെ നിലപാട് നമുക്കറിയാം. ഒരു പൊതുവേദിയിൽ വെച്ച് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് അദ്ദേഹം ഒരു ഘട്ടത്തിൽ വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനോടൊപ്പം മറ്റ്
മുതിർന്ന നേതാക്കൾ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കൃത്യമായി നിലപാട് പറയാൻ പോകുന്നത് ഈ കോൺഗ്രസ് MLA-മാരുടെ യോഗം നടക്കുന്നതിന് മുൻപ് തൊട്ട് മുൻപേ ചേരുന്ന അല്ലെങ്കിൽ തൊട്ട് മുൻപ് നടക്കുന്ന ഈ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം MLA-മാരുടെ അഭിപ്രായം എന്താണ് എന്ന് തിരയുന്നതിന് മുൻപ് തന്നെ മുതിർന്ന നേതാക്കൾ എന്ത് അഭിപ്രായം പറയുന്നു എന്നുള്ള കാര്യം AICC കേൾക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് നൽകുന്ന സൂചന ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ മാത്രമായിരിക്കില്ല, മുതിർന്ന നേതാക്കൾ നൽകുന്ന അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ AICC അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാൻ പോകുന്നത്. തീർച്ചയായും അർജുൻ. ശരി, അപ്പം തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ AICC നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് നേതാക്കളെയൊക്കെ കാണാനായിട്ട് കൂടുതൽ മുതിർന്ന നേതാക്കൾ PJ കുര്യൻ അടക്കമുള്ള നേതാക്കൾ അവിടെ ഹോട്ടലിലേക്ക് എത്തുന്നു. MLA-മാരുടെ ഒക്കെ ഒരു പ്രതികരണം ഇന്നിപ്പോൾ ചോദിച്ചറിയും.